പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മണ്ഡലമായ പറവൂരിൽ യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് പര്യടനം ഉദ്ഘാടനം ചെയ്തത് ശശി തരൂരാണ്. അതുമാത്രവുമല്ല, ഒരു പ്രസംഗവും അദ്ദേഹം നടത്തി. കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതിലുപരി വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ പ്രവർത്തന ശൈലിയെയും പറവൂർ മണ്ഡലത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന വികസന വിപ്ലവത്തെയും അക്കമിട്ട് നിരത്തിയാണ് തരൂർ സംസാരിച്ചത്. പറവൂരിലെ ജനങ്ങൾ ഭാഗ്യവാന്മാരാണെന്നും താൻ തിരുവനന്തപുരത്താണെങ്കിലും സതീശന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പറവൂരിൽ നടപ്പിലാക്കിയ വിഷൻ പറവൂർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിന് തന്നെ മാതൃകയാണ്. വി.ഡി. സതീശൻ ഒരു മണ്ഡലത്തിന് വേണ്ടി എത്രത്തോളം സമർപ്പിതനാണെന്നും വികസന കാര്യത്തിൽ അദ്ദേഹം പുലർത്തുന്ന ദീർഘവീക്ഷണവും തരൂർ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവ പരിഹരിക്കാനുമുള്ള സതീശന്റെ കഴിവ് സമാനതകളില്ലാത്തതാണ്. രാഷ്ട്രീയത്തിനപ്പുറം ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയിൽ വി.ഡി. സതീശൻ നേടിയെടുത്ത ജനപ്രീതി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഫലനമുണ്ടാക്കും. സംസ്ഥാന ഭരണത്തിന്റെ വീഴ്ചകളെക്കുറിച്ചും തരൂർ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും വികസന മുരടിപ്പും പരിഹരിക്കാൻ യു.ഡി.എഫ് അധികാരത്തിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വി.ഡി. സതീശനെ പോലുള്ള നേതാക്കൾക്ക് ലഭിക്കുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ വീണ്ടെടുപ്പിനായുള്ളതാണെന്ന വലിയ സന്ദേശമാണ് തരൂർ നൽകുന്നത്. പറവൂർ മണ്ഡലത്തിലെ ഓരോ വോട്ടർക്കും വി.ഡി. സതീശൻ നൽകുന്ന കരുതൽ വോട്ടായി മാറുമെന്നും വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നും തരൂർ ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കൂടി ചേർക്കാം, കണ്ടുനോക്കൂ. നിങ്ങളുടെ പ്രതിനിധി, ഈ നാടിന്റെ മകൻ, വേദിയിൽ സദസ്സിരിക്കുന്ന എല്ലാ ബഹുമാന്യരെയും ഞാൻ ചില പഴയ സുഹൃത്തുക്കളെ കാണുന്നു. കെ പി ധർമ്മനോടൊപ്പം എന്റെ ആദ്യത്തെ ടേമിൽ ഒരുമിച്ച് MP ആയി നിന്നതാ. ഇവിടെ പല സുഹൃത്തുക്കളുടെ എല്ലാവരും പേര് പറയാൻ തുടങ്ങി നേരം വൈകും. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ, പറവൂർ നിവാസികളെ, ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ വലിയ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കുന്നത്. സന്തോഷവും ആത്മവിശ്വാസവും. നിങ്ങൾ 5 തവണ നമ്മുടെ വി.ഡി. സതീശനെ വിജയിപ്പിച്ചിട്ട് നിങ്ങളുടെ പ്രതിനിധിയാക്കിയിട്ട് 2001 മുതൽ ഒരു 1/4 നൂറ്റാണ്ട് അദ്ദേഹം നിങ്ങളുടെ പ്രതിനിധിയായി നിങ്ങളുടെ എല്ലാ വിഷയത്തിലും നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. നിങ്ങളുടെ സുഖം, നിങ്ങളുടെ ദുഃഖം. 2018 പ്രളയത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ പ്രളയത്തെക്കുറിച്ച് എന്തൊക്കെ വായിച്ചു, അദ്ദേഹം എന്തൊക്കെ ചെയ്തു. നോർത്ത് പറവൂർ, ഈ വടക്കൻ പറവൂരായിരുന്നു എല്ലാം വെച്ച് കൂടുതൽ വെള്ളക്കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മാനേജ്മെന്റിന് വേണ്ടി ഇറങ്ങിയിട്ടും അത് കഴിഞ്ഞിട്ട് 350 വീട് കെട്ടാൻ സഹായിച്ചതും അദ്ദേഹത്തിന്റെ മുൻകൈ എടുത്തിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് അതിന്റെ നേതൃത്വം നമ്മൾ എല്ലാവർക്കും കാണാൻ സാധിച്ചു. പക്ഷെ അത് മാത്രമല്ല, ഈ 5 ടേമിൽ അദ്ദേഹം എന്തൊരു ജനപ്രതിനിധിയാണ്. നിങ്ങളുടെ ഓരോ രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിന്നിട്ടുണ്ട്. നിങ്ങളുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, കേരളത്തിന്റെ മൊത്തമുള്ള വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ പോലെ ഗവേഷണം ചെയ്ത്, റിസർച്ച് ചെയ്ത്, ഹോംവർക്ക് ചെയ്ത്, ഞാൻ പിള്ളേരോട് എപ്പോഴും പറയും, സതീശ് പോലെ ഹോംവർക്ക് ചെയ്യാൻ അറിയണം. അദ്ദേഹം ഹോംവർക്ക് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം നിയമസഭയില് ശബ്ദത്തോടെയും ബുദ്ധിയോടെയും അനാലിസിസോടെയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ സർക്കാരിനെ, അതിന് മുമ്പത്തെ സർക്കാരിനെയും അച്യുതൻ സർക്കാരിനെയും ബുദ്ധിമുട്ട് കൊടുത്ത ഒരു ജനപ്രതിനിധി ശ്രീ വി.ഡി. സതീശൻ തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് ഈ 5 വർഷക്കാലം അദ്ദേഹം ഓരോരോ ഈ സർക്കാരിന്റെ കഴിവില്ലായും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട്, അവരുടെ അഴിമതി, അവരുടെ തെറ്റുകൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ഞാൻ സതീശിന് വേണ്ടി ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വെറും നിങ്ങളുടെ പ്രതിനിധിക്ക് വേണ്ടി മാത്രമല്ല, വെറും ഒരു MLA മാത്രമല്ല, ഒരു നേതാവിനാണ്. അദ്ദേഹം ജയിച്ചു വരുമ്പോൾ വെറും ഒരു MLA ആയിരിക്കില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ആ കാര്യത്തിനൊക്കെ കേരളത്തിന്റെ ഓരോ ആവശ്യത്തിന് വേണ്ടിയും പറവൂരിന്റെ എല്ലാ വിഷയത്തിനു വേണ്ടിയിട്ടും നിങ്ങൾ വി.ഡി. സതീശനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് കൊടുത്തിട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. അതിന്റെ അഭ്യർത്ഥനം. താങ്ക് യു. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പൊ നാടിന്റെ ആവശ്യം ഇതാണ്. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒപ്പം
ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചിട്ട് ഈ 10 വർഷക്കാലത്തിന്റെ ദുർഭരണം നമ്മൾ അവസാനിപ്പിക്കണം. ഈ സംസ്ഥാന സർക്കാരിനെ മാറ്റാനുള്ള ആവശ്യം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. കാരണം അവർ ഈ 10 വർഷക്കാലം ചെയ്തിരിക്കുന്നത് കുഴപ്പങ്ങളും അഴിമതിയും സ്വർണ്ണക്കൊളയും എല്ലാ വിധത്തിലെ പ്രശ്നങ്ങളും മാത്രമല്ല, അവര് കേരളത്തിന്റെ ഭരണത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും കേരള മോഡലിനെ കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്ത് കേരള മോഡൽ? ഇപ്പൊ ആ കേരള മോഡൽ ഒരു കടത്തിന്റെ മോഡലായി മാറി വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഡെറ്റ് മോഡൽ. ഇന്ത്യയിലത്തെ 2ാം സംസ്ഥാനമാണ് നമ്മൾ കടത്തത്. അവർക്ക് ഒരു കഴിവില്ലായ, അവർക്ക് ഒരു വികസനം ചെയ്യാൻ സാധിക്കാത്തതൊക്കെ അവർ ഒഴിക്കാൻ എന്താണ് കടം വീണ്ടും എടുക്കുക. സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും ശമ്പളം കൊടുക്കാൻ കാശില്ലായി സർക്കാരിന്. ഓണം ബോണസ് കൊടുക്കാൻ കൂടി അവർ ശമ്പളവും ബോണസും കൊടുക്കാൻ വേണ്ടി അവർ വീണ്ടും കടം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആരാണ് ഈ കടം വീട്ടാൻ പോകുന്നത്? നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പേരക്കുട്ടികളും കൂടി. അത്രത്തോളം കടം എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളം ഇങ്ങനെ പഴക്കില്ല. നമ്മൾക്ക് കേരളത്തിൽ ഒരു ഭാവി ഉണ്ടാക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സിസ്റ്റമിനെ മാറ്റിയേ പറ്റൂ, ഈ സർക്കാരിനെ മാറ്റിയേ പറ്റൂ. നമ്മൾക്കറിയാം, നമ്മുടെ യുവാക്കളൊക്കെ ഈ സംസ്ഥാനം വിട്ടിട്ട് അന്യ സംസ്ഥാനങ്ങൾക്കോ അന്യ രാജ്യങ്ങൾക്ക് പോവുകയാണ്. ഇവിടെ CPM ഭരണത്തിന്റെ സമയത്ത് അവർക്ക് ഒരു തൊഴിലവസരം കാണുന്നില്ല. ജോലിക്ക് സാധ്യതയില്ലാത്ത സ്ഥിതിയിൽ നമ്മൾ നാട് വിട്ടുപോകണം. നമ്മളുടെ അച്ഛനമ്മമാർക്ക് അറിയാം, അവരെ കുട്ടികളെ നിലനിർത്താനുള്ള മാർഗം ഈ സർക്കാർ കൊടുത്തിട്ടില്ല. എല്ലാ വർഷവും അവർ കടത്തിന്റെ പലിശയും പെൻഷനും ചെലവാക്കുന്ന പൈസ വികസനം ചെലവാക്കണേക്കാൾ 2 ഇരട്ടിയാണ്. അപ്പൊ വികസനം ചെലവാക്കാൻ പൈസ ഇല്ലാത്ത സർക്കാർ എങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തിന് വേണം നന്മ ചെയ്യാൻ സാധിക്കും? നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. ഇതെല്ലാം സതീഷിനൊക്കെ ഡീറ്റെയിലായി പഠിച്ച് എന്നെയും കാലത്ത് ഫാക്ട്സും ഫിഗേഴ്സും നിങ്ങളോട് പറയാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം പറയണത് ഇവരെ കുഴപ്പം മാത്രമല്ല, നമ്മൾക്കൊരു പുതിയൊരു പരിഹാരം കൊണ്ടുവരണം. നമ്മൾക്കൊരു പുതിയ രീതിയിൽ നമ്മളുടെ യുവാക്കൾക്ക് ഒരു പ്രത്യാശ കൊടുക്കണം. അതിനൊപ്പം ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതിയുടെ ആരോഗ്യം പ്രത്യേകിച്ച് നമുക്ക് വീണ്ടും നന്നാക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. ഈ കൊടിക്കാര് ഭരിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്നില്ല. ഇൻവെസ്റ്റ്മെന്റ് വരാൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാതിൽ തുറക്കണമെന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിർബന്ധമായിട്ട്. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദുഃഖ വാർത്തയാണ്. എല്ലാ ഭാരതീയ സംസ്ഥാനത്തില് കർഷകരുടെ ആത്മഹത്യയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ദുഃഖം തന്നെയാണ്, നമുക്കും അനുഭവിച്ച ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ആദ്യം ഒരൊറ്റ സംസ്ഥാനത്തിലെ ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മഹത്യ ഉണ്ടായിട്ടുള്ളൂ. 2 ഇൻവെസ്റ്റർമാർ ഈ CPM ഭരണ സമയത്ത് അവര് ലൈഫ് സേവിങ്സിനെ, ജീവിതത്തെ അവർ സേവ് ചെയ്തതൊക്കെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ മുക്കിയ ശേഷം ഈ സർക്കാരിന്റെ ഓരോരോ തടസ്സങ്ങൾ കൊണ്ടുവന്നിട്ടും ഓരോരോ ഫയർ ക്ലിയറൻസ് ചെയ്യാതെയും ഓരോരോ പെർമിഷൻ കൊടുക്കാതെയും ലൈസൻസ് കൊടുക്കാതെയും പെർമിറ്റ് കൊടുക്കാതെയും ഇവർ അവസാനത്തിൽ 2 പേര് ആത്മഹത്യ ചെയ്തിട്ട് അവർ എഴുതി പറഞ്ഞു, ഞങ്ങൾ ആരെയും ഉപദേശിക്കില്ല കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇങ്ങനെയൊരു കഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പോകണം? ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ആരാണ് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ പോകണം? നമ്മൾ യുവാക്കൾക്ക് തൊഴിലില്ലെങ്കിൽ എവിടുന്നാണ് വരുമാനം വരാൻ പോകണം? നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെറും സമ്പന്നർക്ക് കാശുണ്ടാക്കാനല്ല. അവരിവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ആരംഭിച്ചാൽ നമ്മളുടെ യുവാക്കൾക്ക് അവർ തൊഴിൽ കൊടുക്കും, അവർക്ക് വരുമാനം വരാൻ തുടങ്ങും, അവർ ടാക്സ് കൊടുക്കും. അങ്ങനെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ കൂടാൻ സാധിക്കും. അത് അത്യാവശ്യമാണ്. അത് ഞങ്ങൾ പ്രപ്പോസ് ചെയ്ത ഒരു കാര്യം നമ്മുടെ പ്രകടന പത്രിക ഇറങ്ങിക്കഴിഞ്ഞു, വരുന്നുണ്ട്. അതിന് ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇൻവെസ്റ്റേഴ്സിന് വിശ്വാസമുണ്ടാവുന്ന നിയമപ്രകാരം അവർക്ക് അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ അവരുടെ പണം ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് നമ്മൾ സ്വീകരിക്കുന്നത് മാത്രമല്ല, എളുപ്പമാക്കും. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഒക്കെ പറയുന്നു ഈ സർക്കാർ. എവിടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്? ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം വീണ്ടും ഇപ്പൊ 20 സ്ഥലത്ത് പോകാനുണ്ട്, 20 ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശരിക്കും ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ്. നമ്മൾക്ക് ഈ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നൊരു സംശയമില്ല. ഏത് മേഖലകൾ? നമ്മുടെ മഹാരാഷ്ട്രയും തമിഴ്നാട്ടിൽ പോലെ വലിയ ഫാക്ടറികളും പുക വലിക്കുന്ന വലിയ സ്മോക്ക് സ്റ്റാക്ക് ചിമ്മിനീസ് ഒന്നും വേണ്ട. അത് നമുക്ക് എന്തായാലും ഭൂമിയില്ല. നമ്മള്
ഒരു ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ്. നമുക്ക് അത്ര ഭൂമി ഉണ്ടാവില്ല. പരിസ്ഥിതി ബാധിക്കുന്നത്, പരിസ്ഥിതി ഒരു വിഷയമാണ് സതീശന്റെ നിയമസഭയിൽ. അദ്ദേഹത്തിനറിയാം പരിസ്ഥിതി ബാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ സംസ്ഥാനത്ത് വേണ്ട. പക്ഷെ അതല്ലാത്ത പല പുതിയ മേഖലകളുണ്ട്. ഈ സർക്കാർ അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ടില്ല. കേരളത്തിൽ നമുക്ക് പഠിപ്പും അറിവുമുള്ള യുവാക്കളെ ഇവിടെ തന്നെ നിലനിർത്താൻ എന്തൊക്കെയുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരണം, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ഒരു പുതിയൊരു ഫീൽഡിന്റെ ബയോടെക്നോളജി എല്ലാവർക്കും അറിയാം. പക്ഷെ ബയോജെനറ്റിക്സ് അതെന്താണ്? നമ്മളുടെ സംസ്ഥാനത്ത്, നിങ്ങളുടെ കൊച്ചിയിലേക്ക് എല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ 3000 വർഷമായിട്ട് ഓരോരോ ആൾക്കാരുടെ ജീൻസ് വന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ ജീൻ പൂളിനെ മിക്സ് ആയിട്ട് ആരബ്സ് വന്നിട്ടുണ്ട്, ചൈനീസ് വന്നിട്ടുണ്ട്, ജൂസ് വന്നിട്ടുണ്ട്, യൂറോപ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് ഇവിടെ കലക്കി മിക്സ് ചെയ്ത നമ്മളുടെ ദ്രവിഡിയൻസ്, നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും കൂടി വന്ന ശേഷം നമ്മളുടെ ജെനറ്റിക് റിച്ച്നെസ് അത് ഭയങ്കരമാണ്. നമ്മൾക്ക് ഒരു ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കേരളത്തിൽ ക്ഷണിച്ചിട്ട് നമ്മളുടെ ജെനറ്റിക്സ് പഠിച്ചിട്ട് ബയോജെനറ്റിക്സിന്റെ ഇപ്പോൾ ഐസ്ലാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചെറിയ രാജ്യം, നമ്മൾ ഐസ്ലാൻഡിൽ എത്രയോ കൂടുതൽ ജെനറ്റിക് മിഷൻസ് ഉണ്ടാവും. അതൊരു പുതിയൊരു മേഖലയാണ്. പിന്നെ 3 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ പുതിയ നിയമം പാസാക്കി. സ്പേസ് റിസർച്ചിലും സ്പേസ് ടെക്നോളജിയിലും ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ്സ് അവതരിക്കും. എന്തുകൊണ്ട് കേരളം വീണ്ടും സ്പേസിൽ നമ്പർ 1 ആയിക്കൂടാ? നമ്മൾക്കല്ലേ VSSC, നമ്മൾക്കല്ലേ തുമ്പ, അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ അല്ല കേന്ദ്ര സർക്കാരിന്റെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ രണ്ടാൾക്കും അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള കാശില്ലേ പറയുന്നു. ശരി, നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാം. ഇന്ത്യയിലത്തെ ആകെ ഒറ്റ സ്പേസ് യൂണിവേഴ്സിറ്റി ഉള്ളത് കേരളത്തിലാണ്. അതിന്റെ ഗ്രാജുവേറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ നിലനിർത്താൻ സാധിക്കും. അവരെന്തിനാണ് ബാംഗ്ലൂരിലും അന്യ രാജ്യത്തേക്കും പോകുന്നത്? ഇവിടെ തന്നെ നിലനിർത്താൻ അവർക്ക് അവസരം കൊടുക്കാം, സ്പേസ് ജോലി ചെയ്യാം. ഞാൻ എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങളെ പറയല്ല. നമുക്ക് ഇനിയും നമ്മൾ അറിയപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. തുറമുഖ, നിങ്ങൾക്ക് വെള്ളാർപ്പാടുമുണ്ട്, എന്റെ മണ്ണിൽ നിങ്ങൾക്ക് വിഴിഞ്ഞമുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര നീളമുള്ളൊരു തീരദേശം ഉള്ളപ്പോൾ എന്തുകൊണ്ട് കൂടുതൽ തുറമുഖങ്ങൾ വന്നുകൂടാ? പോർട്ട് ലെഡ് ഡെവലപ്മെന്റ്. ഈ കാലത്ത് 21ാം നൂറ്റാണ്ടിൽ പലരും ക്രൂസ് ചെയ്യുന്നുണ്ട്. കപ്പലിനെ കയറിയിട്ട് സുഖിക്കാൻ ഇറങ്ങുന്ന ടൂറിസ്റ്റ്. അവര് നമ്മളെല്ലാം പിടിച്ചു നിൽക്കേണ്ടത്. നമ്മളുടെ തീരദേശം നോക്കൂ, എന്ത് ഭംഗിയാണ്. വിചാരിക്കും നമുക്ക് വിഴിഞ്ഞം മുതൽ വെള്ളാർപ്പാട് വരെ കോഴിക്കോട്, ബേപ്പൂരൊക്കെ കയറിപ്പോയ കപ്പലുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ പോയി ചെയ്യാൻ സാധിക്കും കേരളത്തിൽ ടൂറിസം കൊണ്ടുവന്നിട്ട്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കാനുള്ള സമയം വൈകി. ഇതേപോലെ നമുക്ക് പല ഐഡിയാസ് ഉണ്ട്. നിങ്ങൾ സതീഷിന്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ കൊണ്ടുവരാൻ ആ നേതൃത്വം കൊടുക്കാൻ ഇപ്പോഴത്തെ സർക്കാരിനാവുന്നില്ലല്ലോ. അവരുടെ പഴയ 19ാം നൂറ്റാണ്ടിലത്തെ ഐഡിയോളജിയും അവരുടെ ഇന്നലത്തെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും പറഞ്ഞിട്ടല്ല ഈ സംസ്ഥാനം നന്നാൻ പോണത്. നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും, എങ്ങനെ നമ്മൾ അവർക്കൊരു ഒരു പ്രത്യാശ കൊടുക്കുന്നത്, എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ ഈ സംസ്ഥാനത്തിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് നമ്മളുടെ ഐക്യജനാധിപത്യ മുന്നണി. ഇംഗ്ലീഷിൽ ഞങ്ങളുടെ ഒരു ചെറിയൊരു മുദ്രാവാക്യമുണ്ട്, തിങ്ക് ടുമോറോ വോട്ട് UDF. നാളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ UDF തന്നെ വോട്ട് ചെയ്യണം. കാരണം ഞങ്ങളുടെ ചിന്ത മാത്രമാണ് നാളെക്കുറിച്ച്. അപ്പൊ ഞാൻ ഒരിക്കലും നിങ്ങൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കുന്നത് ഒരു നല്ല മനുഷ്യന്റെ കഴിവ് ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല, അദ്ദേഹം ജയിക്കണം, അത് നിങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ആ വഴിക്ക് അദ്ദേഹത്തെ വിജയത്തിന്റെ ഒപ്പം നമ്മൾക്ക് ഐക്യജനാധിപത്യ മുന്നോട്ട് സർക്കാർ കൊണ്ടുവരണം. അതിന്റെ സമയം ആയി. 10 വർഷക്കാലം നമ്മളെല്ലാം നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്തതൊക്കെ കണ്ടു കഴിഞ്ഞു. സർക്കാരിന്റെ കൈവല്യായും അഴിമതിയും തെറ്റുകാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഒരു പുതിയ സർക്കാർ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാടിന്റെ ഭാവി ഉറപ്പിക്കാൻ കൈപ്പത്തി അടയാളത്തിൽ ശ്രീ VD സതീശനെ വമ്പിച്ച് ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കും. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു UDF സർക്കാർ കൊണ്ടുവരും. അത് ഞങ്ങളുടെ വിജയമല്ല, നിങ്ങളുടെ വിജയമായി മാറി വരും. UDF നയിച്ചാൽ നിങ്ങളാണ് ഭരിക്കാൻ പോകുന്നത് ഈ സംസ്ഥാനത്തിന്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിൽക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കാൻ പോകുന്നത്. ഒരിക്കലും കൂടി ആ കൈപ്പറ്റിയാണ് വോട്ട് തരുമെന്ന് അഭ്യർത്ഥിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ പര്യടന യാത്ര അതിനുവേണ്ടിയുള്ള സമ്മേളനത്തിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. സതീഷിനെ ജയിപ്പിക്കുക. UDF സർക്കാർ കൊണ്ടുവരാൻ. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ VD സതീശൻ നിങ്ങളോട് സംസാരിക്കും.
ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ രഞ്ജിത്തേട്ടൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കേരളത്തിന്റെയും അഭിമാനമായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശശി തരൂർ MP, പ്രിയങ്കരനായ ശ്രീ KP ധനപാലൻ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ശ്രീനിവാസൻ ഉൾപ്പെടെ വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ നമ്മുടെ പര്യടന പരിപാടി പ്രിയങ്കരനായ ശ്രീ ശശി തരൂർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഭാവി കേരളത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. തിങ്ക് ടുമോറോ വോട്ട് UDF എന്നാണ് പറയുന്നത്. നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നവർ UDF വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നമ്മൾ ഈ ഗവൺമെന്റിനെ അതിശക്തമായി വിമർശിച്ചു. ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി, ഗവൺമെന്റിന്റെ പരാജയങ്ങൾ എടുത്തു പറഞ്ഞു. അതേ അവസരത്തിൽ ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം ഗവൺമെന്റ് എവിടെയെല്ലാം പരാജയപ്പെട്ടു അവിടെയെല്ലാം നമുക്ക് ബദൽ പരിപാടികളും കൃത്യമായ സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, കടക്കെണിയിലാണ് കേരളം. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടക്കെണിയിലേക്ക് ആണ്ടുപോയി ഈ സംസ്ഥാനം. അവിടെ നിന്ന് നമ്മൾ കേരളത്തെ മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, ആസൂത്രണ മികവാർന്ന നികുതി ഭരണം കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ നടപടികൾ കൊണ്ട് ഖജനാവിന്റെ ചോർച്ചയടച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് നമ്മൾ ഖജനാവ് നിറയ്ക്കുക തന്നെ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പരിപാടികൾ നടത്തുന്നത്, നമ്മുടെ പദ്ധതികൾ നടത്തുന്നത്. എല്ലാ രംഗത്തും നമ്മൾ പറഞ്ഞു, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മളതൊരു നോക്കിയിരിക്കുകയല്ല ചെയ്തത്. നമ്മളൊരു ഹെൽത്ത് കമ്മീഷനെ വെച്ചു. 300ഓളം ഡോക്ടർമാരുടെ കോൺക്ലേവ് നടത്തി, രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരുടെ. നമ്മളൊരു ഹെൽത്ത് ഡോക്യുമെന്റ്, ആരോഗ്യരേഖ അവതരിപ്പിച്ചു. നമുക്ക് പദ്ധതിയുണ്ട്, ആരോഗ്യരേഖ കേരളത്തിൽ നമ്മൾ നടപ്പാക്കും. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചത് നമ്മുടെ കുട്ടികളെക്കുറിച്ചും വരാനിരിക്കുന്ന തലമുറകളെക്കുറിച്ചുമാണ്. നമ്മൾ പറഞ്ഞു, കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിനാണ്, കുട്ടികൾ പോകുന്നു. 5 കൊല്ലം കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോയാൽ കേരളം വൃദ്ധസദനമായി മാറും. നമുക്ക് നമ്മുടെ കുട്ടികളെ ഇവിടെ നിർത്തണം. നമ്മൾ പറഞ്ഞല്ലോ, ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകണം. അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും മെഷീൻ ലേണിംഗിനെ കുറിച്ചും ബയോജനറ്റിക്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എവിടെയാണ് ഇത്തരം കോഴ്സുകൾ നമുക്കുള്ളത്? നമുക്ക് ആ കോഴ്സുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ തുടങ്ങണം. പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി വേണം, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം വേണം. അതിനുള്ള സമഗ്രമായ പദ്ധതിയുമായി UDF വരികയാണ്. കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ 1000 പ്രോജക്ടുകൾ അവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കും. അവർക്ക് തെരഞ്ഞെടുക്കാം. അവർക്ക് മാനേജ്മെന്റ് മെന്ററിനെ കൊടുക്കും, ടെക്നോ മെന്ററിനെ കൊടുക്കും, പലിശരഹിതമായ റിവോൾവിംഗ് ഫണ്ട് കൊടുക്കും. 1000കണക്കിന് സംരംഭങ്ങൾ നമുക്ക് 1-2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ മുഴുവനായി നമുക്ക് ആരംഭിക്കാൻ കഴിയും. നമുക്ക് കൃത്യമായ പദ്ധതികൾ എല്ലാ രംഗത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, 600 കിലോമീറ്റർ കടലാണ് കേരളത്തിന്റെ. നമുക്ക് 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങളുണ്ട്. UDF മാനിഫെസ്റ്റോയിലൂടെ പ്രഖ്യാപിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% കടലിലൂടെ പോകും, ഇതിന്റെ 1/4 ചെലവിൽ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതുപോലെ ക്രൂയിസ് ഷിപ്പിംഗ്, നമുക്കെല്ലാം യാത്ര ചെയ്യാം, പുറത്തുനിന്നുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാം. 3ാം ഘട്ടത്തിൽ നദികളുമായി സംയോജിപ്പിച്ച സമഗ്രമായ ടൂറിസം പദ്ധതി. അതുപോലെ അത് നമ്മുടെ സ്വപ്ന പദ്ധതിയാണ്. നമ്മളത് തയ്യാറാക്കിയിട്ടുണ്ട്. മാരിടൈം വിദഗ്ധന്മാരുടെ, ഷിപ്പിംഗ് വിദഗ്ധന്മാരുടെ സഹായത്തോടുകൂടി നമ്മൾ 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളുള്ള സംസ്ഥാനമാണ് കേരളം. 2 ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. 27 ഏവിയേഷൻ പ്രോജക്ടുകളാണ് UDF അവതരിപ്പിക്കുന്നത്. 27 ഏവിയേഷൻ പ്രോജക്ടുകൾ നമ്മളത് ചെയ്യും. നമ്മൾ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. പുതിയുഗ യാത്രയുടെ സമാപന വേദിയിൽ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. ആദ്യത്തെ ഗ്യാരണ്ടി KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. എന്താ സ്ഥിതി? നിങ്ങൾക്ക് 4 മഞ്ജു സ്ത്രീകൾക്ക് ഒരുമിച്ച് ചേർന്ന് തീർത്ഥാടനത്തിന് പോകാം, ടൂറിന് പോകാം.
UDF സർക്കാരിന്റെ ഔദാര്യത്തിനല്ല, UDF സർക്കാരിന്റെ അതിഥികളായിരിക്കും ഇനി സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതിനുള്ള മാറ്റമുണ്ടാകും. പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ കോളേജിൽ പഠിക്കുന്നവർക്ക് സഹായം കൊടുക്കും. അവര് പഠിച്ചു മിടുക്കികളായി ഈ സംസ്ഥാനത്തിന്റെ അഭിമാനങ്ങളായി അവർ മാറട്ടെ. നമുക്കറിയാം, ഞങ്ങൾ ആരോഗ്യരേഖ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ചികിത്സാ ചെലവ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അത് ആദ്യഘട്ടത്തിൽ 50% കുറയ്ക്കും. അതിന് നമ്മൾ കണ്ടെത്തിയ പദ്ധതി രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് നടപ്പിലാക്കിയ സമഗ്രമായ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കും. നമ്മൾ അതുപോലെ ചെറുപ്പക്കാർക്ക് ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ കൊടുക്കും. ഏറ്റവും ശ്രദ്ധിക്കുന്നത് പ്രായമായവരെയാണ്. കേരളത്തിൽ ഞാനടക്കം നമ്മളെല്ലാം പ്രായമായി വരികയാണ്. നമുക്കൊരു മുദ്രാവാക്യമുണ്ട്, ഒരു സമൂഹം സംസ്കാര സമ്പന്നമാണോ സിവിലൈസ്ഡ് ആണോ എന്ന ടെസ്റ്റ് നടത്തുന്നത് ആ സമൂഹത്തിലെ പ്രായമായവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. UDF സർക്കാർ വന്നാൽ പ്രായമായവർ കേരളത്തിൽ VIP-കളായിരിക്കും. അവർക്ക് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകും. അവർക്ക് പ്രത്യേക വകുപ്പുണ്ടാകും. വയോജനങ്ങൾക്ക് ലോക്കൽ ബോഡികളുമായി ചേർന്ന് പകൽ വീടുകൾ ഉണ്ടാകും. അവർക്ക് മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും ജെറിയാട്രിക് കെയർ സംവിധാനം ഉണ്ടാവും. സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടാവും. എല്ലാ കാര്യത്തിലും അവരെ ആദരിക്കപ്പെടുന്ന, അവരൊറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാവില്ല. ആരവരെ ഉപേക്ഷിച്ചാലും സർക്കാർ അവരെ ചേർത്ത് പിടിക്കും, അവരെ സംരക്ഷിക്കും പൂർണ്ണമായി. ഇതാണ് നമ്മുടെ ഗ്യാരണ്ടി. അതുകൂടാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി നമ്മൾ ഉയർത്തുമെന്നുള്ള ഭാവിയെക്കുറിച്ചുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് വരുന്നത്. ഞാനൊരു കാര്യം അഭിമാനത്തോടെ പറയുന്നു, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഈ വേദിയിലിരിക്കുന്ന ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം വിശ്വപൗരനാണ്. ലോകത്തെല്ലായിടത്തുമുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത്, അദ്ദേഹത്തിന്റെ അറിവ് എല്ലാം കേരളം ഭംഗിയായി പ്രയോജനപ്പെടുത്തുമെന്ന് അദ്ദേഹത്തെ സാക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കണം. ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പലവട്ടം അദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, വന്ന സതീശനല്ല തിരിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞു, അതിന്റെ ഇരട്ടി 100 ഇരട്ടി ഊർജവുമായിട്ടാണ് സംസാരിച്ചു പോകുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഒരേ നിലപാടാണ്. പല കാര്യങ്ങളിലും ഞങ്ങൾ ഒരേ രീതിയിലാണ്, ഒരേ ട്രാക്കിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ അനുഭവജ്ഞാനവും അറിവും കേരളം ഉറപ്പായി പ്രയോജനപ്പെടുത്തിയിരിക്കും എന്ന് ഞാൻ ഈ വേദിയിൽ പറയുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. 14 ജില്ലകളിലും എനിക്ക് തെരഞ്ഞെടുപ്പ് പര്യടനവുമായി പോകണം. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഞാൻ തരൂരിനോട് പറയാണ്, കേരളത്തിൽ UDF-നും കോൺഗ്രസിനും ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള നിയോജക മണ്ഡലം പറവൂരാണ്. വൈകുന്നേരം 5 മണിക്കാണ് ഡൽഹിയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നേരം വെളുത്തപ്പോൾ ഇവിടുത്തെ 60% മതിൽ എഴുതി കഴിഞ്ഞു, മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. അത്രയും മിടുമിടുക്കരായ പ്രവർത്തകരുള്ള നിയോജക മണ്ഡലമാണ്. അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് നോമിനേഷൻ കൊടുത്തിട്ട് പോയിക്കൊള്ളാനാ. എങ്കിലും ഞാൻ 1-2 ദിവസം കൂടിയൊക്കെ ഇവിടെ നിൽക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നന്നായി പ്രവർത്തിച്ച് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം. നിങ്ങൾ ഒരു സംശയവും വേണ്ട. എന്ത് വിവാദങ്ങൾ ആരുണ്ടാക്കിയാലും 100-ലധികം സീറ്റുമായി നമ്മുടെ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഞാൻ ഈ പര്യടനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ശ്രീ ശശി തരൂരിനോട് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. ജെയിംസേ സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് വഴി കൊടുക്കണം. ഒന്ന് വഴി എങ്ങോട്ടാണ്?
ഉജ്വൽജി നമ്മുടെ യോഗത്തിൽ പ്രസംഗിക്കാൻ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും ഈ വൈകിയ വേളയിൽ ആരും ഇനി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കുകയാണ്. യോഗത്തിന് നന്ദി പറയാൻ ശ്രീ സുഗതൻ മാലിയങ്കരയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ യോഗത്തിൽ പങ്കെടുത്ത് ഈ പരിപാടി പരിപൂർണമായും വിജയിപ്പിച്ച നല്ലവരായ എല്ലാ UDF-ന്റെയും മറ്റു ഘടകകക്ഷികളുടെയും നേതാക്കന്മാർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ യോഗം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. സ്വേച്ഛാധിപത്യം തളരണം. കൈവല്യൊരവസരം ആയുധമാക്കി നാം കുട്ടുകൾ കൊണ്ട് പോരാടണം. പ്രിയങ്കരനായ നമ്മുടെ വിശ്വപൗരൻ ശശി തരൂർ ഉദ്ഘാടനം ചെയ്ത വാഹന പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതാ ഈ വാഹനത്തിന്റെ പിന്നാലെ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ വാഹന പര്യടനം കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, തുറന്ന വാഹനത്തിൽ തിരുവനന്തപുരത്തിന്റെ ആരാധ്യനായ MP ഡോക്ടർ ശശി തരൂരിനോടൊപ്പം ഈ വാഹനത്തിന്റെ പിന്നാലെ ഇതാ വാഹന പര്യടനം ആരംഭിച്ചിരിക്കുന്നു. Thank you.
സ്വർണ്ണ പഴക്കും മഴക്ക് മരുന്നും കച്ചവടമാക്കിയിലേതാവും മക്കൾ ലൈഫ് മിഷനും फाइव मिनट्स इंटरव्यू बॉस इंटरव्यू है वरना rolling mobile